ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരുപക്ഷെ 2026 ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ സിനിമയായ ആട് 3, ആട് ഫ്രാഞ്ചൈസിയുടെ മൂന്നാമത്തെ ചിത്രമായ ആട് 3 റിലീസായിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ആട് 3 എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടില്ലെന്നൊരു ഫൺ റൈഡ് അല്ലെങ്കിൽ ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്. പുള്ളി 2015 ആട് എന്ന് പറയുന്ന സിനിമ ഇറക്കുന്നത്. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നെങ്കിലും പിന്നീട് ടി വിയിലും ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അങ്ങനെ ആട് 2 വന്നപ്പോൾ ഭയങ്കര റിസപ്റ്റിവിറ്റി, തിയേറ്ററിൽ വൻ ഹിറ്റായി മാറുകയും 2026 ആട് 3 ഹൈ ക്യാൻവാസിൽ ഇറക്കുന്നത്. അതും ഇത്തവണ വരുമ്പോഴത്തേക്കും അത് സ്ഥിരം മീറ്റർ മാറ്റി കുറച്ച് ഹൈ ബഡ്ജറ്റ് ആക്കിയിട്ട്, അതേപോലെ അതൊരു ജേണർ ഷിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഫുള്ളി ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു ലെവലിലേക്ക് അത് കൊണ്ടുപോകുന്നു എന്നുള്ള സൂചന നൽകുന്ന ഒരു ട്രെയിലറും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു ടൈം ട്രാവൽ ബേസ്ഡ് ആയിട്ട്, അതായത് 3 കാലഘട്ടങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഒന്ന് പ്രസൻറ്റ് എന്തായിരുന്നു, പാസ്റ്റ്, അതായത് നമ്മുടെ പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള ഒരു ഇവൻസും, പിന്നീട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഉള്ളത്, ഈ 3 കൂടി കമ്പൈൻ ചെയ്ത് ഇതിനെ 3നെയും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. ആ കാര്യത്തിൽ ഈ സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ചു. കാരണം ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ സിനിമയിൽ എല്ലാ നമുക്കറിയാം ഈ സിനിമയിൽ ഇപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് അല്ല പറയുന്നത്, അതിനപ്പുറം ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പം ജയസൂര്യ എടുത്താലും അല്ലെങ്കിൽ ധർമ്മജൻ എടുത്താലും ഐജു കുറുപ്പ് എടുത്താലും വിനായകൻ എടുത്താലും ഇവരൊക്കെ നമുക്ക് ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇവർ ചെയ്യുന്ന, ആ ക്യാരക്ടേഴ്സ് ആപ്റ്റായിട്ട് അവർക്ക് അത് അറിയാം, ആ മീറ്റർ എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറായി മാറുകയാണ് അവരെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട്. എസ്പെഷ്യലി ഇതിൽ എടുത്തു പറയേണ്ട ധർമ്മജൻ എന്ന് പറയുന്നത്, കാരണം പുള്ളി കുറേ നാളായിട്ട് ഫീൽഡിൽ ഇല്ലാതെ അല്ലെങ്കിൽ നല്ല സിനിമകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ പോലും ആട് 3 വന്നപ്പോഴത്തേക്ക് ധർമ്മജൻ്റെ കോമഡി കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി ഒരു ഫൺ റൈഡായിരുന്നു ശരിക്കും. അതേപോലെ ഞാൻ പറയേണ്ട ജയസൂര്യ, 2015 ഷാജി പാപ്പൻ എങ്ങനെയായിരുന്നോ അതേ എനർജി, അതേ ഓറ, അതേ ലുക്ക്, അതേ അപ്പിയറൻസ്, അതേ പെർഫോമൻസ്, പീക്ക് ലെവൽ പെർഫോമൻസിൽ പുള്ളി ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സൈജു കുറുപ്പിൻ്റെ അബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു രക്ഷയില്ല. അതായത് എക്സ്പ്രഷൻ, ഡയലോഗ് വേണമെന്നില്ല, എക്സ്പ്രഷൻ കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വിജയ് ബാബുവിൻ്റെ സർബത്ത് ഷമീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമുക്കറിയാം ഇവർക്കൊക്കെ കൊടുത്തേക്കുന്ന സോങ്സ് ഉണ്ടല്ലോ, ഷാൻ റഹ്മാൻ്റെ കണ്ടംപററി ആയിട്ടുള്ള പഴയ മ്യൂസിക്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡയറക്ടറായിട്ടുള്ള ഡോണും കൂടി ചേർന്നിട്ട് ഒരു ബ്ലെൻഡ് ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇൻട്രോയിൽ എൻ്റെ പൊന്നെ അവർ പിടപ്പിച്ചേക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്ത ആൾക്കാരുണ്ട്, ഇതിൻ്റെ സൗണ്ട് മിക്സിങ് അതേപോലെ ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആൾക്കാർ. ഹാറ്റ്സ് ഓഫ് ടു ദ എൻ്റയർ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീം. കാരണം ഡോൾബി അറ്റ്മോസിലുണ്ടല്ലോ നമ്മുടെ തല പെരുക്കുന്ന രീതി കിട്ടില്ലനായിട്ടാണ് പടപ്പിച്ച് വെച്ചേക്കുന്നത്. എനിക്കിപ്പോൾ പടം കഴിഞ്ഞിറങ്ങുമ്പോഴും ഇവരുടെയൊക്കെ മ്യൂസിക് എന്നെ മനസ്സിലാവും. അമ്മാതിരി കിട്ടില്ല മിക്സിങ്, കിട്ടില്ല. എനിക്ക് സൗണ്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അടിപൊളിയായിട്ട് സൗണ്ട്, ഓഡിയോഗ്രഫി, ടെക്നിക്കൽ സൈഡ് ഒരു രക്ഷയില്ല. ആൻഡ് DOP ആൻഡ് എഡിറ്റിംഗ് സൂപ്പർ, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഇതിൻ്റെ അകത്ത് മിഥുൻ മാനുവൽ, അതായത് ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് നമ്മുടെ പഴയ അതൊക്കെ വെച്ചിട്ട് നോർമൽ സിറ്റുവേഷണൽ കോമഡീസ് വെച്ച് ഇങ്ങനെ പോവുകയും പിന്നീട് ടുവേർഡ്സ് ഒരു ഇൻ്റർവൽ പഞ്ചിലേക്ക് വരുമ്പോൾ ഇവരിപ്പോൾ 2 നോട്ട് നിരോധനമാണെങ്കിൽ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയത്തിലേക്ക് കയറിയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട്. എസ്പെഷ്യലി ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അതായത് ആട് 3 2 പാർട്ടാണ്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലീറ്റ് സാധനം ഇരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രസൻറ്റേഷൻ ഇരിക്കാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ആട് 3യുടെ സെക്കൻഡ് പാർട്ട്, മേ ബി ദ ലാസ്റ്റ് ഫിലിം, അതായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടി ഇരിക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ലൂപ്പ് ഹോൾസ് എല്ലാം ഇത് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുള്ളൊരു സാധനമായിരിക്കും സെക്കൻഡ് പാർട്ടിൽ വരാൻ പോകുന്നത്. ആൻഡ് വെരി മച്ച് എക്സൈറ്റഡ് ആൻഡ് വെരി മച്ച് എന്താ പറയുക വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി. പെട്ടെന്ന് തന്നെ അവർ ഇറക്കട്ടെ. കാരണം ഇതിൽ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കുകയും പെട്ടെന്ന് തന്നെ ഇറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, മേ ബി ഒരു 6 മന്ത്സിനുള്ളിലൊക്കെ ഇറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിരിക്കും. ആൻഡ് അത് അവർ ചെയ്യാൻ പോകുന്ന രീതി ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൗണ്ട് മിക്സിങ് ചെയ്തിട്ടുള്ളത് രാജാകൃഷ്ണനാണ്. പുള്ളിയുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം അമ്മാതിരി അടിപൊളി 5.1 ഡോൾബി അറ്റ്മോസിൽ അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറ്റ്മോസുള്ള തിയേറ്ററിൽ, നല്ല ക്രൗഡുള്ള തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യും. അതേപോലെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സണ്ണി വെയിൻ്റെ
പിന്നെ സാത്താൻ സേവിയറിൻ്റെ ഇൻട്രോ, ഓഫ് മാൻ പോളി, തിയേറ്റർ ലിറ്ററലി കത്തി. എല്ലാവരുടെയും ഇൻട്രോ വാസ് ഗുഡ്. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ പിന്നെ സണ്ണി വെയിൻ്റെ ഒരു ലെങ്തി ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഡ്യൂഡിൻ്റെയാണ്. ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പോലെ വിനായകൻ സച്ച് എ ടാലൻറ്റഡ് ആക്ടർ. ആക്ച്വലി പുള്ളിയുടെ സ്വഭാവം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് മാറ്റി നിർത്തിയിട്ട് ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ ഒരു രക്ഷയില്ല. നമ്മുടെ ജയിലറിലേക്ക് റെഫറൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ വിട്ടുപോയത് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ആശാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പക്ക നമ്മുടെ മണിയാശാൻ, നമ്മുടെ പിന്നെ CPM-ൻ്റെ മുൻ മന്ത്രിയായിട്ടുള്ള മണിയാശാനായിരുന്നു. മണിയാശാൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇതിൽ അതേപടി മിഥുൻ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് അടിപൊളിയാണ്. അത് ഹൈ റേഞ്ചിലെ ചെഗുവേര എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷോട്ടുണ്ട്, ഓ സീനാണ്, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫുക്രൂനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുക്രൂനെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പക്ഷേ ജെൻസി ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ്. വലിയ ഇമ്പാക്റ്റ് തോന്നിയില്ല, പക്ഷേ ഇറ്റ് വാസ് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ബാക്കി കൂടെ ഉള്ള ആൾക്കാരായിക്കോട്ടെ. പിന്നെ ഇതിൽ ഒരുപാട് മിമിക്രി താരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യുന്ന താരങ്ങളുണ്ട്. നോബി ഉണ്ട്, നിർമ്മൽ പാലാഴി ഉണ്ട്, ഉല്ലാസ് പന്തളം ഉണ്ട്, എൽസൺ ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കലില്ലാതെ ആ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിന് സെറ്റ് ചെയ്തിട്ടുള്ള മീറ്ററിൽ നല്ല രീതിയിൽ അവർ അവരുടെ ഭാഗം ചെയ്തു പോയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആദ്യമേ പതിയെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയതായിട്ട് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്ത് വീണ്ടും എല്ലാവരെയും നമ്മളെ ഫെമിലിയറൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നീട് ഒരു വിഷയം അല്ലെങ്കിൽ ടൈം ട്രാവൽ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് സിനിമ തീരുന്നില്ല. അടുത്ത പാർട്ടിലേക്കുള്ള ഒരു വലിയ യൂണിവേഴ്സ് അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസ് ഓപ്പൺ ചെയ്തിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അതേപോലെ ഭയങ്കര വിശ്വാസമുണ്ട് അടുത്തത് അടിപൊളിയായിട്ട് അവർ ചെയ്യുമെന്ന്. കാരണം അത്രയും ടൈം എടുത്ത് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നല്ല ഇതിലാണ് അവർ ചെയ്തേക്കുന്നത്. ആൻഡ് ദ ബഡ്ജറ്റിങ് എല്ലാം കൊള്ളായിരുന്നു. കാരണം പഴയ കാലം അല്ലെങ്കിൽ ആ രാജ പാർട്ട് കാലങ്ങൾ കാണിക്കുമ്പോഴുള്ള സെറ്റ് വർക്ക് ആയിക്കോട്ടെ, ആർട്ട് വർക്ക് ആയിക്കോട്ടെ, അടിപൊളി, ബ്രില്യൻ്റ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു എൻ്റയർ ടീം ആൻഡ് ദി പെർഫോമൻസ് ബൈ ഈച്ച് ആൻഡ് എവറി ആർട്ടിസ്റ്റ്. അതിനും നിരാശപ്പെടുത്തിയില്ല. ഈവൻ ശൃന്ദ വന്നിട്ടുണ്ട്, അതേപോലെ അജു വർഗീസൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ നല്ല രീതിയിൽ ക്യാരക്ടേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സിനിമയിൽ ശരിക്കും മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, മാമുക്കോയ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോട്ട് ഡെയർ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മിസ്സിങ് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ടോട്ടൽ വാല്യൂ ഫോർ മണി. തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നിങ്ങൾ സിനിമ പോയി കാണുക, വെക്കേഷനാണ്, പെരുന്നാളാണ്, അതിൻ്റെ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു പിന്നെ ക്രൗഡ് പുള്ളിങ് സിനിമ വന്നിട്ടുള്ളത്.